ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര തീരുമാനം. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു. അട്ടാരി ചെക്ക് പോസ്റ്റ് അടിയന്തരമായി അടയ്ക്കും. പഹൽഗാം ഭീകരാക്രമണ വിഷയം ചർച്ച ചെയ്യാൻ വൈകിട്ട് സർവകക്ഷി യോഗം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൌതിക ശരീരം അവസാനമായി കാണാൻ വത്തിക്കാനിലേക്ക് വിശ്വാസികളുടെ പ്രവാഹം. കഴിഞ്ഞ 4 വർഷം കൊണ്ട് സഹകരണ മേഖലയിൽ 5 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഐപിഎൽ 2020 ക്രിക്കറ്റിൽ ഹൈദരാബാദിൽ മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കാൻ സുരക്ഷയെ സംബന്ധിച്ച മന്ത്രിസഭാ സമിതി തീരുമാനിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പാകിസ്ഥാനുമായി നദീജലം പങ്കുവയ്ക്കുന്ന 1960ലെ സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനും അട്ടാരി ചെക്ക് പോസ്റ്റ് അടിയന്തരമായി അടയ്ക്കാനും തീരുമാനിച്ചു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. ഇന്ത്യ സന്ദർശനത്തിനെത്തിയ പാകിസ്ഥാനി പൌരന്മാർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്താനും കേന്ദ്ര മന്ത്രിതല സമിതി തീരുമാനിച്ചു. സാർക്ക് വിസ ഒഴിവാക്കൽ പദ്ധതിയിൽ ഇന്ത്യയിലെത്തിയ പാക് പൌരന്മാർ 48 മണിക്കൂറിനകം രാജ്യം വിടണമെന്നും നിർദ്ദേശം നൽകി. ഇവർക്ക് അനുവദിച്ച വിസ റദ്ദായതായി കണക്കാക്കുമെന്ന് യോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളെ അറിയിച്ച വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസറി ന്യൂഡൽഹിയിൽ പറഞ്ഞു. ന്യൂഡൽഹി പാക് ഹൈക്കമ്മീഷനിലെ സൈനിക ഉപദേഷ്ടാക്കളെ മടക്കി അയക്കാനും യോഗം തീരുമാനിച്ചു. ഒരാഴ്ചക്കകം അവർ രാജ്യം വിടണം. ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ സൈനിക ഉപദേഷ്ടാക്കളെ വിളിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണം 55ൽ നിന്ന് 30 കുറയ്ക്കാനും സുരക്ഷാ മന്ത്രിതല സമിതി തീരുമാനിച്ചു. ഭീകരാക്രമണത്തിന് പാകിസ്ഥാനിൽ നിന്ന് സഹായം ലഭിച്ചതായി യോഗം കണ്ടെത്തി. ജമ്മുകശ്മീരിൽ സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിഞ്ഞതും മേഖല സാമ്പത്തിക പുരോഗതിയിലേക്ക് നീങ്ങുന്നതും കണ്ടാണ് ഭീകരാക്രമണം ഉണ്ടായതെന്ന് സമിതി വിലയിരുത്തി. പഹൽഗാം ഭീകരാക്രമണ വിഷയം ചർച്ച ചെയ്യാൻ കേന്ദ്രം സർവകക്ഷി യോഗം വിളിച്ചു. വൈകിട്ട് 6-ന് പാർലമെന്റ് ഹൌസ് സമുച്ചയത്തിലാണ് യോഗം ചേരുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും യോഗത്തിൽ ഭീകരാക്രമണത്തിന്റെ വിശദാംശങ്ങൾ രാഷ്ട്രീയ കക്ഷി നേതാക്കളെ ധരിപ്പിക്കും. ഇന്നലെ ചേർന്ന സുരക്ഷയെ സംബന്ധിച്ച കേന്ദ്ര മന്ത്രിസഭാ സമിതിയുടെ യോഗമാണ് ഇന്ന് സർവകക്ഷി യോഗം വിളിക്കാൻ തീരുമാനിച്ചത്. ഭീകരാക്രമണത്തിനെതിരെ ലോകരാജ്യങ്ങൾ രംഗത്ത് വന്നു. ഇന്ത്യ സന്ദർശിക്കുന്ന അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് ഭീകരാക്രമണത്തെ നിശിതമായി അപലപിച്ചു. സാഹചര്യം നേരിടാൻ ഇന്ത്യയ്ക്ക് എല്ലാ സഹായവും നൽകുമെന്ന് അദ്ദേഹം ആഗ്രയിൽ പറഞ്ഞു. ഭീകരാക്രമണത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ അപലപിച്ചിരുന്നു. ഐക്യരാഷ്ട്ര സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും ആക്രമണത്തെ ശക്തമായ ഭാഷയിൽ അപലപിച്ചു. സിവിലിയന്മാർക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങളെ ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അഫ്ഗാൻ വിദേശകാര്യ മന്ത്രാലയവും ഭീകരാക്രമണത്തെ അപലപിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നടത്താനിരുന്ന ഉത്തർപ്രദേശ് സന്ദർശനം റദ്ദാക്കി. 20,000-ലേറെ കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിടാൻ ഇന്ന് പ്രധാനമന്ത്രി കാൺപൂരിലെത്താൻ തീരുമാനിച്ചിരുന്നു. പഹൽഗാമിൽ ഭീകരരുടെ വെടിയേറ്റ് മരിച്ച കൊച്ചി ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രന്റെ ഭൌതിക ശരീരം വൈകിട്ടോടെ കൊച്ചി വിമാനത്താവളത്തിലെത്തിച്ചു. കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തുടങ്ങിയവർ വിമാനത്താവളത്തിൽ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിച്ചു. സംസ്ഥാന ഗവൺമെന്റിനും മുഖ്യമന്ത്രിക്കും വേണ്ടി മന്ത്രി പി പ്രസാദ് ആദരാഞ്ജലി അർപ്പിച്ചു. ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ രാധാകൃഷ്ണൻ, ദേശീയ സെക്രട്ടറി അരവിന്ദാക്ഷ മേനോൻ തുടങ്ങിയവരും വിമാനത്താവളത്തിൽ അന്ത്യോപചാരം അർപ്പിച്ചു. രാമചന്ദ്രന്റെ സംസ്കാരം നാളെ നടത്തും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൌതിക ശരീരം അവസാനമായി കാണാൻ വത്തിക്കാനിലേക്ക് വിശ്വാസികളുടെ പ്രവാഹം. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് പൊതുദർശനത്തിനായി പാപ്പയുടെ ഭൌതിക ശരീരം ഇന്നലെയാണ് കൊണ്ടുവന്നത്. ഡെസ്ക് റിപ്പോർട്ട്. മാർപ്പാപ്പയുടെ അഭിലാഷപ്രകാരം ഉയർന്ന പീഠം ഒഴിവാക്കി ചെറിയ റാമ്പിലാണ് ഭൌതിക ശരീരമടങ്ങിയ പേടകം വെച്ചത്. സഭാതലവന്റെ ചുമതല വഹിക്കുന്ന കർദിനാൾ കെവിൻ ഫാരൽ പ്രാർത്ഥനകൾക്കും ശുശ്രൂഷകൾക്കും നേതൃത്വം നൽകി. കർദിനാൾമാരും ബിഷപ്പുമാരും പിന്നാലെ ആയിരക്കണക്കിന് വിശ്വാസികളും മാർപ്പാപ്പയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. നാളെ വൈകിട്ട് 10-ന് പൊതുദർശനം പൂർത്തിയാക്കി പേടകം അടയ്ക്കും. ശനിയാഴ്ച സംസ്കാര ശുശ്രൂഷകൾ പൂർത്തിയാക്കി സാന്താ മരിയ മാർജറി ബസിലിക്കയിൽ ഭൌതിക ശരീരം അടക്കം ചെയ്യും. ഇന്ന് ദേശീയ പഞ്ചായത്തി രാജ് ദിനം. ദിനാചരണ ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെ മധുബനിയിലെത്തും. പ്രധാനമന്ത്രി ആവാസ് യോജന, ദീൻദയാൽ അന്ത്യോദയ
യോജന ദേശീയ ഗ്രാമീണ ഉപജീവന ദൌത്യം എന്നിവയ്ക്ക് കീഴിലെ സാമ്പത്തിക സഹായങ്ങൾ ചടങ്ങിൽ പ്രധാനമന്ത്രി വിതരണം ചെയ്യും. ബീഹാറിൽ 13,480 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കമിടും. റെയിൽ, ഊർജ്ജ മേഖലകളിൽ പൂർത്തീകരിച്ച ഏതാനും പദ്ധതികൾ അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും. പാറ്റ്നയ്ക്കും ജയാനഗറിനുമിടയിലെ നമോഭാരത് റാപ്പിഡ് ട്രെയിനും അമൃത് ഭാരത് എക്സ്പ്രസും ഉൾപ്പെടെ 4 ട്രെയിനുകൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. കഴിഞ്ഞ 4 വർഷം കൊണ്ട് 5 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ സഹകരണ മേഖലയിൽ സൃഷ്ടിക്കാൻ സംസ്ഥാന ഗവൺമെന്റിന് കഴിഞ്ഞതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ സഹകരണ എക്സ്പോ 2025 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സഹകരണ മേഖലയിലെ നേട്ടങ്ങളെയും സേവനങ്ങളെയും പരിചയപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് എക്സ്പോ സംഘടിപ്പിച്ചിരിക്കുന്നത്. മറ്റന്നാൾ വൈകിട്ട് സാംസ്കാരിക സമ്മേളനവും 27-ന് യുവ സഹകരണ സമ്മേളനവും നടത്തും. 30-ന് സമാപന സമ്മേളനത്തിൽ സംസ്ഥാനത്തെ മന്ത്രിമാർ, തമിഴ്നാട് സഹകരണ മന്ത്രി, ഐസിഎ ഏഷ്യ പസഫിക് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. 4 വർഷ ബിരുദ പ്രോഗ്രാം 2 സെമസ്റ്റർ പൂർത്തിയാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ അടുത്ത അക്കാദമിക് വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകാൻ ഈ മാസം 29-ന് തിരുവനന്തപുരത്ത് കോളേജ് പ്രിൻസിപ്പൽമാരുടെ യോഗം ചേരും. മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ അധ്യക്ഷതയിലായിരിക്കും ഗവൺമെന്റ് എയ്ഡഡ് സ്വാശ്രയ കോളേജ് പ്രിൻസിപ്പൽമാരുടെ യോഗം. വേവ്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന സന്തോഷത്തിലാണ് കണ്ണൂർ പയ്യന്നൂരിൽ ജനിച്ച നന്ദൻ. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. മുംബൈയിൽ മെയ് 1-ന് ആരംഭിക്കുന്ന വേൾഡ് ഓഡിയോ വിഷ്വൽ എന്റർടൈൻമെന്റ് സമ്മിറ്റ് വേവ്സ് ഉച്ചകോടിയുടെ ഭാഗമായി നടക്കുന്ന ആനിമേഷൻ ഫീച്ചർ ഫിലിം നിർമ്മാതാക്കളുടെ മത്സരത്തിൽ കേരളത്തിൽ നിന്ന് കാസർഗോഡ് പിലിക്കോടെ നന്ദന്റെ ഫീച്ചർ ഫിലിം പ്രൊജക്ടായ ദ ഡ്രീം ബലൂൺ ഫൈനലിലേക്ക് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. നന്ദൻ ആകാശവാണിയോട്. വേവ്സ് 2025ന്റെ ഭാഗമായി നടക്കുന്ന ആനിമേഷൻ ഫിലിം മേക്കേഴ്സ് കോമ്പറ്റീഷൻ എന്റെ ആനിമേഷൻ ഫീച്ചർ ഫിലിം പ്രൊജക്ടായ ദ ഡ്രീം ബലൂൺ ഫൈനലിസ്റ്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. വേവ്സ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എന്റർടൈൻമെന്റ് സമ്മിറ്റായി മാറാൻ പോവുകയാണ്. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം നമ്മുടെ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിക്കായി ഒരുക്കിയതിന് ഭാരത് സർക്കാരിനും ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിനും ഡാൻസിംഗ് ആറ്റംസിനും എന്റെ നന്ദി അറിയിക്കുന്നു. ഐപിഎൽ 2020 ക്രിക്കറ്റിൽ ഹൈദരാബാദിൽ മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ബംഗളൂരുവിൽ എം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30-ക്കാണ് മത്സരം. കൊച്ചിയിൽ ദേശീയ ഫെഡറേഷൻ സീനിയർ അത്ലറ്റിക് മത്സരത്തിൽ വനിതകളുടെ 400 മീറ്റർ ഹർഡിൽസിൽ വിദ്യ രാംരാജ് സ്വർണം സ്വന്തമാക്കി. ഇതോടെ ഈ വർഷത്തെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിന് അവർ യോഗ്യത നേടി. പുരുഷന്മാരുടെ 400 മീറ്റർ ഹർഡിൽസിൽ യശസ് പലക്ഷയും പുരുഷന്മാരുടെ ഹാമർ ത്രോയിൽ ദംനീത് സിംഗും സ്വർണം നേടി. ഫിഡെ വനിതാ ഗ്രാൻഡ് പ്രി ചെസ്സിൽ ഇന്ത്യയുടെ കൊനേരു ഹംപി കിരീടം നേടി. പൂനെയിൽ ഹംഗറിയുടെ നൂർഗുൾ സലിമോവയെയാണ് ഹംപി തോൽപ്പിച്ചത്. ഇതോടെ കൊനേരു ഹംപി വനിതാ ലോക ചാമ്പ്യൻഷിപ്പ് കാൻഡിഡേറ്റ് ടൂർണമെന്റിന് യോഗ്യത നേടി. മഞ്ചേരിയിൽ കേരള പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ഇന്റർ കേരള എഫ്സിക്ക് ജയം. കോളം എഫ്സിയെ 1-2 ഗോളിനാണ് അവർ തോൽപ്പിച്ചത്. ഇന്ന് 2 മത്സരങ്ങളുണ്ട്. വൈകിട്ട് 4-ന് കുന്നംകുളത്ത് ഗോൾഡൻ ത്രെഡ്സ് എഫ്സി റിയൽ മലബാർ എഫ്സിയെയും മഞ്ചേരിയിൽ ഗോകുലം കേരള എഫ്സി കേരള പോലീസിനെയും നേരിടും. പഹൽഗാം കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ബിജെപി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. ബിജെപി ജില്ലാ പ്രസിഡന്റ് കെ വിനോദ് കുമാർ, സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത്, ദേശീയ സമിതി അംഗം സി രഘുനാഥ് എന്നിവർ സംസാരിച്ചു. ഭീകരാക്രമണത്തിനെതിരെ കോഴിക്കോട്ടും സംഘപരിവാർ സംഘടനകളുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. കോഴിക്കോട് കിഡ്സൺ കോർണറിൽ സമാപന പരിപാടി ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. പേരാമ്പ്ര ചെറുവണ്ണൂരിൽ പ്രവർത്തകർ ദീപം തെളിയിച്ച് ആദരാഞ്ജലി അർപ്പിച്ചു. കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ സ്വദേശി ദർശൻ 2.0 പദ്ധതിയിൽ പൈതൃക നഗരിയായ തലശ്ശേരിയുടെ വികസനത്തിന് 25 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ അറിയിച്ചു. സുസ്ഥിര വികസനം ലക്ഷ്യമിട്ട് ടൂറിസം കേന്ദ്രങ്ങൾ ആകർഷകമാക്കാനും തീർത്ഥാടന ടൂറിസം കേന്ദ്രമാക്കി തലശ്ശേരിയെയും പരിസര പ്രദേശങ്ങളെയും ഉയർത്തിക്കൊണ്ടുവരാനും പദ്ധതി ലക്ഷ്യമിടുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര തീരുമാനം. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു. അട്ടാരി ചെക്ക് പോസ്റ്റ് അടിയന്തരമായി അടയ്ക്കും. പഹൽഗാം ഭീകരാക്രമണ വിഷയം ചർച്ച ചെയ്യാൻ വൈകിട്ട് സർവകക്ഷി യോഗം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൌതിക ശരീരം അവസാനമായി കാണാൻ വത്തിക്കാനിലേക്ക് വിശ്വാസികളുടെ പ്രവാഹം. കഴിഞ്ഞ 4 വർഷം കൊണ്ട് സഹകരണ മേഖലയിൽ 5 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഐപിഎൽ 2020 ക്രിക്കറ്റിൽ ഹൈദരാബാദിൽ മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25-ന്.